നമസ്കാരം. നമ്മുടെ അടുത്ത ആഴ്ചയ്ക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. Eight of Swords, Two of Cups, Wheel of Fortune, Six of Swords, Chariot, Hanged Man inverted, King of Pentacles, bottom of the energy, King of Swords ആണ് വരുന്നത്. ഒരു മെൻ്റൽ ട്രാപ്പിലായിരുന്നു, സ്വയം സൃഷ്ടിച്ച ഒരു വിശ്വാസങ്ങളുടെ വിചാരങ്ങളുടെ ഒരു തടവറയ്ക്കുള്ളിലായിരുന്നു ഇത്രയും നാൾ നിങ്ങൾ. എന്തോ ഒരു പാർട്ട്ണർഷിപ്പിനെ അല്ലെങ്കിൽ എന്തോ ഒരു ബന്ധത്തിൻ്റെ, സ്നേഹബന്ധത്തിൻ്റെ, നഷ്ടപ്പെട്ടു പോയ സ്നേഹബന്ധത്തിൻ്റെ അതിൻ്റെ വികാരങ്ങളുടെ തടവറയിലായിരുന്നു നിങ്ങൾ. അത് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയായിരിക്കാം, അല്ലെങ്കിൽ അത് റിയൂണിയൻ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. കിങ് ഓഫ് സോഴ്സ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതാണ്, ബുദ്ധിപരമായ ഒരു ക്ലാരിറ്റി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ ഈ റിയൂണിയനുള്ള സമയമല്ല, കാത്തിരിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതചക്രം ഒരു മാറ്റം, നിങ്ങളൊരു കാർമിക് സിറ്റുവേഷൻ്റെ റിസൾട്ടായിരുന്നു ഈ ഒരു സിറ്റുവേഷൻ. ആ കാർമിക് സിറ്റുവേഷൻ ഇപ്പോൾ അവസാനിച്ചു. നിങ്ങൾ പുതിയ ഒരു മേഖലയിലേക്ക്, ഇത്രയും നാൾ ഇതിനോടനുബന്ധിച്ച് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഒക്കെ സഹിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും അത് വേണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി, പ്രശ്നങ്ങളെല്ലാം പുറകിൽ ഉപേക്ഷിച്ച് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ജോലിസ്ഥലം മാറുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബന്ധം ഉപേക്ഷിച്ച്, ഒരു റിസൾട്ട് തരാത്തൊരു ബന്ധം ഉപേക്ഷിച്ച് നിങ്ങൾ സമാധാനപരമായൊരു ജീവിതത്തിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ചാരിയറ്റാണ് വന്നിരിക്കുന്നത്, മേജർ അർക്കാന കാർഡാണ്. നിങ്ങൾക്ക് ഒരു ഇമോഷണൽ ബാലൻസ് വരുന്നുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുമ്പോൾ, ഈ ഒരു എനർജിയിൽ നിന്ന്, ഈ ഒരു മെൻ്റൽ ട്രാപ്പിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ നിങ്ങൾക്ക് അതിവേഗത്തിലുള്ള മുന്നേറ്റമാണ് കാണുന്നത്. അതും ബാലൻസ്ഡാണ്. നിങ്ങൾക്കൊരു ഭൗതിക തലത്തിലും, അതായത് ഇമോഷനും പ്രാക്ടിക്കാലിറ്റിയും നിങ്ങൾ ബാലൻസ് ചെയ്യുന്നതായിട്ടായി കാണുന്നുണ്ട്. ഇത്രയും നാൾ നിങ്ങളൊരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരുന്നു. ഇത് കണ്ടില്ലേ, ഈ ട്രാപ്ഡ് സിറ്റുവേഷൻ, അതുപോലെ സ്റ്റക്ക് സിറ്റുവേഷൻ, ഇങ്ങനൊരു സിറ്റുവേഷനിലായിരുന്നു. ഇപ്പോൾ ഈ നിമിഷം മുതൽ ഈ ഒരാഴ്ച, വരുന്ന ഒരാഴ്ച അതിനൊരു വ്യത്യാസം കാണുന്നുണ്ട്. നിങ്ങൾ വളരെ പ്രാക്ടിക്കലായി, വളരെ ഗ്രൗണ്ടഡായ എനർജി, കിങ് ഓഫ് പെൻഡക്കിൾസ് എന്ന രീതിയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മെൻ്റലി ട്രാപ്ഡ് എയ്റ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയിൽ നിന്നും വളരെ ഗ്രൗണ്ടഡായി, വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് ആഴ്ചയുടെ അവസാനത്തോടു കൂടി ഏകദേശം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ടാണ് കാണുന്നത്. മറ്റൊരു ഡക്ക് കൂടി എടുത്ത് നോക്കാം. വളരെ വ്യക്തമായിട്ട് ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അത് നിങ്ങളുടെ നല്ലതിനായിട്ടാണെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ അതൊരു ദൂരയാത്ര ഉണ്ടായിരിക്കും. നിലവിലുള്ള സാഹചര്യങ്ങളെല്ലാം വിട്ട് നിങ്ങൾക്ക് പോവേണ്ടി വരും. അതിൻ്റേതായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കും. അതേ സമയത്ത് പല നല്ല കാര്യങ്ങളും ഉണ്ടായിരിക്കും. 10 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്.
Two of Swords, confusion. Three of Wands. Six of Swords confirmation ആണ് കേട്ടോ. Six of Swords. Eight of Swords അതും കൺഫർമേഷനാണ്. വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. Five of Pentacles. Seven of Pentacles. Queen of Pentacles, King of Pentacles, Queen of Pentacles. Hanged Man റിവേഴ്സ്ഡ് വീണ്ടും വന്നിട്ടുണ്ട്. ശരിക്കും അപ്പോൾ എനർജിയുടെ കൺഫർമേഷനാണിത്. അതിൽ നമുക്ക് നോക്കാം. സിക്സ് ഓഫ് സോഴ്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. എയ്റ്റ് ഓഫ് സോഴ്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളൊരു കൺഫ്യൂഷനായി ഒരുപാട് പലർക്കും രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ എനിക്ക് മെയിനായിട്ട് തോന്നുന്നത്. ഒന്ന്, നിങ്ങളൊരു ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ കരിയറിലോ ബിസിനസ്സിലോ വളരെയധികം ജോലിഭാരം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു കൺഫ്യൂഷനായിരുന്നു. ഇത് എന്ത് വേണം, നിൽക്കണോ അതോ തുടർന്നു കൊണ്ട് പോകണോ, ഇത് തന്നെ ഈ സിറ്റുവേഷൻ തുടരണോ എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു നിങ്ങൾ. ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ബേർഡനായി തോന്നിയ ഒരു റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിൻ്റെ പലതരം ബുദ്ധിമുട്ടുകളും അതിൻ്റെ ബേർഡൻ നിങ്ങൾക്ക് ക്യാരി ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ കൺഫ്യൂഷനിലായിരുന്നു. ഇതേമാതിരി ബാഗേജ് കൊണ്ടുപോകണോ, ഈ ഇമോഷണൽ ബാഗേജ് തുടർന്ന് കൊണ്ടുപോകണോ ഉപേക്ഷിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു നിങ്ങൾ. അങ്ങനെ ഫൈനലി നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തുന്നു. നിങ്ങളൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകാനൊരു പ്ലാൻ നിങ്ങൾ തീരുമാനം എടുക്കുകയും ചെയ്തു. അതുപോലെ സിക്സ് ഓഫ് സോഴ്സ് എനർജി, ട്രബിൾ വാട്ടേഴ്സ് പിന്നിൽ ഉപേക്ഷിച്ച് കുറച്ചുകൂടി ശാന്തമായ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എയ്റ്റ് ഓഫ് സോഴ്സ് എനർജി, ഈ മെൻ്റൽ ട്രാപ്ഡ് എനർജിയിലായിരുന്നു നിങ്ങൾ. കുറേ സ്വയം സൃഷ്ടിച്ചൊരു തടവറയ്ക്കുള്ളിലായിരുന്നു. അതുമാതിരി റിജക്റ്റഡ് ഫീലിംഗ്, പലർക്ക് റിലേഷൻഷിപ്പിൽ ഒരു റിജക്റ്റഡ് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പുറത്താക്കപ്പെട്ട, ഒറ്റപ്പെട്ട ഒരവസ്ഥ. ഒരുപാട് വെയിറ്റ് ചെയ്ത് സെവൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. വെയിറ്റ് ചെയ്ത് നിങ്ങളൊരു തീരുമാനമെടുത്ത് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിലാണ് എത്തുന്നത്. ഹാങ്ഡ് മാൻ ഇൻവേർട്ടഡ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ പുതിയ കാഴ്ചപ്പാടോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ് ഓഫ് പെൻറ്റക്കിൾസും ക്വീൻ ഓഫ് പെൻറ്റക്കിൾസും ബാലൻസ്ഡ് ആണ്. നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആണ്. നിങ്ങൾക്ക് വളരെ നല്ല ഫിനാൻഷ്യലി ആയാലും മെറ്റീരിയലിസ്റ്റിക്കലി ആയാലും നിങ്ങൾക്ക് നല്ല അഭിവൃദ്ധിയാണ് ഈ ഒരാഴ്ചത്തേക്ക്, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഈ ഒരു എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്ത ആഴ്ച നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.